പബ്ലിക് റവന്യൂവിന് ശേഷം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണെന്നാണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് വെച്ചാൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ പബ്ലിക് അതോറിറ്റി, സെൻട്രൽ, സ്റ്റേറ്റ്, ലോക്കൽ ഗവൺമെൻറ് either for the satisfaction of collective needs of the citizens or promoting their economic and social welfare. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്, സ്റ്റേറ്റ്, ലോക്കൽ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ, സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ എന്താണോ അതിനെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഈ എക്സ്പെൻഡിച്ചർ എക്കണോമിക് ആൻഡ് സോഷ്യൽ വെൽഫെയർക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ എക്സ്പെൻഡിച്ചർ നടക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽഫെയർ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റേറ്റും സെൻട്രലും ലോക്കൽ ഗവൺമെൻറ്റിനും വരുന്ന ചെലവുകൾ എന്തെല്ലാമാണോ ഇതിനെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ എക്സ്പെൻസസ് ഓഫ് പബ്ലിക് അതോറിറ്റീസ്, സെൻട്രൽ, സ്റ്റേറ്റ്, ലോക്കൽ ഗവൺമെൻറ് either in protecting the citizens or promoting their economic and social welfare. Expenditure undertaken by the government at a different level ഈസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ, സമൂഹത്തിൻ്റെ എക്കണോമിക് ആൻഡ് സാമ്പത്തികവും സാമൂഹികപരവുമായിട്ടുള്ള വെൽഫെയർ, ക്ഷേമത്തെ കരുതി ഗവൺമെൻറ്, അതായത് സെൻട്രൽ, സ്റ്റേറ്റ്, ലോക്കൽ ഗവൺമെൻറ് നടത്തുന്ന ചെലവുകളെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇത് ഡിഫറെൻറ്റ് ലെവലിൽ നടത്തും. ഡിഫറെൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ, ലോക്കൽ ലെവലിൽ, ഇങ്ങനെയൊക്കെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ നടക്കുന്നത്. ടൈപ്സ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഫസ്റ്റത്തെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് വെച്ചാൽ ഓൾ കറണ്ട് എക്സ്പെൻഡിച്ചർ ഓൺ അഡ്മിനിസ്ട്രേഷൻ ഇൻക്ലൂഡ്സ് മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ ആൻഡ് പബ്ലിക് കൊമേഴ്ഷ്യൽ അണ്ടർടേക്കിംഗ് സച്ച് ആസ് റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്സ് ആൻഡ് ഗ്രാൻഡിനേറ്റ്സ് ഓഫ് ദ സ്റ്റേറ്റ്. അതായത് ഇതിൽ എന്തൊക്കെ ചിലവുകൾ വരുമെന്ന് വെച്ചാൽ ഈ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടി നടത്തുന്ന എല്ലാ ചിലവുകളും ഇതിൽ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. ഈ അഡ്മിനിസ്ട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് നടത്തുന്ന ലോ ആൻഡ് ഓർഡറിന് വേണ്ടിയിട്ടുള്ള ചിലവുകൾ, റെയിൽവേസ്, പോസ്റ്റ്, ടെലഗ്രാഫ്, ഇതൊക്കെ നടത്തുമ്പോഴും വേണ്ടിയിട്ടും, ഇതൊക്കെ റെയിൽവേ, പോസ്റ്റ് ഇതൊക്കെ സ്ഥാപിക്കുമ്പോഴും, ഇതിനെ എക്സ്റ്റൻഷൻ പ്രൊമോട്ട് ചെയ്യുമ്പോഴും, ഇത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും വരുന്ന ചിലവുകളെല്ലാം തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്. And capital expenditure includes all expenditure on the acquisition of assets like building, land, machineries, equipments, etc. Invest in shares, loan and advance, etc. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഏതൊക്കെ എക്സ്പെൻഡിച്ചർ വരികയെന്ന് വെച്ചാൽ നമ്മളൊരു അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന എക്സ്പെൻഡിച്ചർ, ചിലവുകളെല്ലാം തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. അസറ്റ് അക്വയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് പുതിയ സ്വത്തുകൾ ശേഖരിക്കുന്നത്, ഇപ്പോൾ ലാൻഡ് വാങ്ങിക്കുന്നത്, ബിൽഡിങ് പണിയുന്നത്, മെഷീനറീസ് വാങ്ങിക്കുന്നത്, എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കുന്നത്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും ലോണും അഡ്വാൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം തന്നെ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ, ചിലവിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. റവന്യൂ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറിനെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിലവുകളെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ ആൻഡ് അൺപ്രൊഡക്റ്റീവ് ആണ്. പ്രൊഡക്റ്റീവ് അല്ല, പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ ആൻഡ് അൺപ്രൊഡക്റ്റീവ് ആണ്. ഇവിടെ എന്നുള്ളത് UN വിട്ടുപോയിട്ടുണ്ട് ബൈ മിസ്റ്റേക്സ്. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ? എക്സ്പെൻഡിച്ചർ വിച്ച് ലീഡ് ടു സെർട്ടൈൻ ഇൻകം, ഈൽഡ്, ടാൻജിബിൾ അസറ്റ് ഓഫ് ഗവൺമെൻറ്, ഇതിനെയാണ് പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് ആ എക്സ്പെൻഡിച്ചർ കൊണ്ട് ഗവൺമെൻറ്റിന് ഭാവിയിൽ ഒരു വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്തരം എക്സ്പെൻഡിച്ചറിനെയാണ് പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ നടത്തുന്ന ചെലവുകൾ കൊണ്ട് ഗവൺമെൻറ്റിന് ഭാവിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അൺപ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ബിക്കോസ് ആ എക്സ്പെൻഡിച്ചർ അൺപ്രൊഡക്റ്റീവ് ആണ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, എക്സ്പെൻഡിച്ചർ ഡു നോട്ട് ഡയറക്ട്ലി ആഡ് ടു ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദ ഇക്കോണമി. ഈ അൺപ്രൊഡക്റ്റീവായിട്ട് നടത്തുന്ന എക്സ്പെൻഡിച്ചർ ഒരിക്കലും എക്കോണമിക്ക് പ്രൊഡക്റ്റീവായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇതിന് ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഡിഫൻസ് സമയത്തിന് കൊടുക്കുന്ന ഡിഫൻസിൻ്റെ ചിലവ്, എക്സ്പെൻഡിച്ചർ ഓൺ അഡ്മിനിസ്ട്രേഷൻ, ജസ്റ്റിസ്, വാർ എക്സ്പെൻഡിച്ചർ തുടങ്ങിയവയൊക്കെ എന്താണ്, പ്രൊഡക്റ്റീവാണ്.
നമ്മൾ വാർ ഉണ്ടാകുന്ന സമയത്ത് അതായത് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ചെയ്യുന്ന ചിലവുകളെല്ലാം തന്നെ, അതുപോലെ ജസ്റ്റിസിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, എക്സ്പെൻഡിച്ചർ ഓൺ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയവയ്ക്കൊക്കെ വേണ്ടി നടത്തുന്ന ചിലവുകളെല്ലാം തന്നെ അൺപ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. ഇനി പ്ലാൻ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 5 ഇയർ പ്ലാൻസ് ഉണ്ടാവുമല്ലോ, അതിൽ എക്സ്പെൻഡിച്ചറിന് എത്ര അലോക്കേഷൻ വേണം, എത്ര ചിലവ് വേണ്ടി വരും, ഈ 5 ഇയർ പ്ലാനിൻ്റെ ഉള്ളിൽ നിന്ന് മുൻകൂട്ടി കണക്ക് കൂട്ടി വരുന്ന ആ ചിലവിനെ, ആ പ്ലാൻ ചെയ്തിട്ടുള്ള ചിലവിനെയാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഈ 5 ഇയർ കാലയളവിൽ എത്രത്തോളം നമുക്ക് ചിലവ് വരുന്നുണ്ട് ഈ ഓരോരോ ഗോൾസും അച്ചീവ് ചെയ്യാൻ, അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നതിനെയാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഈ 5 ഇയർ പ്ലാനിൽ വരാതെ ഓരോ യൂണിയൻ ബഡ്ജറ്റ് ഉണ്ടാകുന്ന സമയത്തും ആ സമയത്ത് അടിയന്തര ചെലവുകളെ വേണ്ടി നടത്തുവാൻ വേണ്ടിയിട്ട് ഒട്ടും പ്ലാൻഡ് അല്ലാത്ത എക്സ്പെൻഡിച്ചർ, നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് ഒരു യൂണിയൻ ബഡ്ജറ്റ് ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിനെയാണ്, ആ സമയത്ത് നടത്തുന്ന ചെലവുകളെയാണ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഗ്രോത്ത് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ മേജർ ഫാക്ടർസ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഈ നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് വെൽഫെയർ ഓറിയൻറ്റഡ് ആണ്. സമൂഹത്തിൻ്റെ ഗുണം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പെൻഡിച്ചർ മൊത്തം ഗവൺമെൻറ് നടത്തുന്നത്. സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽഫെയറെ കരുതിക്കൂട്ടിയാണ് ഗവൺമെൻറ് എല്ലാ വെൽഫെയർ എക്സ്പെൻഡിച്ചറും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പെൻഡിച്ചർ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയർ ബൈ ഇയർ എക്സ്പെൻഡിച്ചറിന് വേണ്ടി കൊടുക്കുന്ന അലോക്കേഷൻ എന്ന് പറയുന്നത് അധികവും അതിൻ്റെ സ്പെൻഡിങ്ങും കൂടുതലാണ്. പക്ഷെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റവന്യൂ കിട്ടാറില്ല. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടാനുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റത്തത് ലാർജ് സോഷ്യൽ സെക്യൂരിറ്റി മെഷർ, അതായത് പ്രൊമോട്ടിങ് സോഷ്യൽ വെൽഫെയർ ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. ഇങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ, അതായത് സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുന്നതിനും വീക്കർ സെക്ഷന് വേണ്ടിയിട്ട് കൂടുതൽ പ്ലാനുകളും സെക്യൂരിറ്റി മെഷറും കൊണ്ടുവരുന്ന സമയത്ത് ഇതെന്ത് സംഭവിക്കുന്നു, അത് ലാർജ് എക്സ്പെൻഡിച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ബെനിഫിറ്റ്സ്, വയ്യാത്തവർക്ക് ബെനിഫിറ്റ്സ്, സിക്ക് ബെനിഫിറ്റ്സ് കൊടുക്കുക, ആക്സിഡൻറ്റ് ബെനിഫിറ്റ് കൊടുക്കുക, ഓൾഡ് ഏജ് പെൻഷൻ കൊടുക്കുക, മെറ്റേണിറ്റി ബെനിഫിറ്റ് കൊടുക്കുക, എഡ്യൂക്കേഷണൽ സ്കീം, സബ്സിഡീസ് തുടങ്ങിയവയൊക്കെ എല്ലാം സോഷ്യൽ സെക്യൂരിറ്റീനെ കണക്കിലെടുത്തിട്ട് കൊണ്ടുവരുന്നതാണ്, സോഷ്യൽ വെൽഫെയറിന് വേണ്ടി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്കീമും ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും അതിനൊരു ലാർജ് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഓൾഡ് ഏജ് പെൻഷനൊക്കെ ഏറ്റവും വലിയ എക്സ്പെൻഡിച്ചറാണ് ഗവൺമെൻറ്റിന്. എഡ്യൂക്കേഷണൽ സ്കീമും സബ്സിഡീസ് കൊടുക്കുന്നതും ഇതെല്ലാം വലിയ ചിലവാണ്. അപ്പോൾ ഇങ്ങനത്തത് സോഷ്യൽ വെൽഫെയർ എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടത്തുന്ന ചിലവുകളെല്ലാം തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഗ്രോത്ത് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തത് മോഡേണൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. നമ്മൾ ഇന്ത്യ പോലുള്ള ഒരു ഡെവലപ്പിംഗ് രാജ്യത്തിൽ അഗ്രികൾച്ചർ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഇന്ത്യയുടെ ബാക്ക് ബോൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. നട്ടെല്ലായിട്ടാണ് അഗ്രികൾച്ചറിനെ കണക്കാക്കുന്നത്. ഈ മേഖലയിൽ ഇപ്പോഴും ഇലിറ്ററസി മൂലമുള്ള ഒരു ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ നടക്കാത്തൊരു മേഖലയാണ്. അപ്പോൾ ഇതിലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഓഫ് അഗ്രികൾച്ചർ ഈസ് നെസസറി ഫോർ ദ കണ്ടീഷൻ ഫോർ സസ്റ്റെയിൻഡ് ആൻഡ് റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അതിന് അഗ്രികൾച്ചറിൽ കൂടുതൽ റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ കൂടുതൽ ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യണം, അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ഏരിയ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൊണ്ടുവരിക, ജലസേചന പരിപാടികൾ കൊണ്ടുവരിക, ഫെർട്ടിലൈസർ വളങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, പെസ്റ്റിസൈഡ്സ് കീടനാശിനി കൊണ്ടുവരുന്നത്, മെഷീനറീസ് എക്സെട്ര. അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതിനനുസരിച്ച് ചിലവും കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു കർഷകനെ ഇറിഗേഷൻ ഫെസിലിറ്റി ഇല്ലയെന്ന് പറഞ്ഞാൽ അത് പ്രൊവൈഡ് ചെയ്യുന്നു, അത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിൽ വരുന്നു. പെസ്റ്റിസൈഡ്സ് വേണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു, മെഷീനറി വേണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ മോഡേണൈസേഷൻ ഓഫ് അഗ്രികൾച്ചറും എക്സ്പെൻഡിച്ചർ കൂടുന്നതിനൊരു കാരണമാകുന്നുണ്ട്. നാഷണലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ട്രേഡ്. നാഷണലൈസേഷൻ, പ്രൈവറ്റൈസേഷനിൽ നിന്ന് അതിൽ നിന്നും കൂടുതൽ ദേശസൽക്കരിക്കുന്നു. ഈ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനെല്ലാം ദേശസൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിന് ഒരുപാട് എക്സ്പെൻഡിച്ചർ വരും. അതായത് ഇപ്പോൾ കൊമേഴ്ഷ്യൽ വാണിജ്യപരമായിട്ടുള്ള സംഭവങ്ങളാണ്, ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഹൈ പ്രൈസസ് ചാർജ് ചെയ്യും. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് കൺസംഷൻ
നടത്താൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഈ കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രീസും ട്രേഡിനെയൊക്കെ അണ്ടർടേക്ക് ചെയ്യുന്നു, നാഷണലൈസ് ചെയ്യുന്നു. അതുമൂലം എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ഇത് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ അണ്ടർടേക്ക് ചെയ്യുന്ന സമയത്ത്, നാഷണലൈസ് ചെയ്യുന്ന സമയത്ത് എക്സ്പെൻഡിച്ചർ അതിന് വേണ്ടിയിട്ടും ഒരുപാട് കൂടുന്നുണ്ട്. റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, നമ്മുടെ ചിലവ് കൂടുന്നതിന് ഉള്ള ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറയുന്നത് റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനാണ്. നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ബർത്ത് റേറ്റ് കൂടുതലും ഡെത്ത് റേറ്റ് കുറവുള്ള സാഹചര്യമാണ്. അതായത് ജനനം കൂടുതലും മരണത്തിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൽ ഡെയിലി പോപ്പുലേഷൻ കൂടിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ജനങ്ങൾക്ക് ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കൂടുതൽ എക്സ്പെൻഡിച്ചർ നടത്തണം. എല്ലാ ജനങ്ങൾക്കുമുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അവൈലബിൾ ആവണമെങ്കിൽ തന്നെ, ഇത്രയും ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ തന്നെ ഗവൺമെൻറ് ഒരുപാട് എക്സ്പെൻഡിച്ചർ ചെയ്യണം. അപ്പോൾ ഇതും എക്സ്പെൻഡിച്ചർ കൂടുന്നതിനൊരു കാരണമാകുന്നുണ്ട്. ഹ്യൂജ് ഡിഫെൻസ് എക്സ്പെൻസസ്, നമ്മളിപ്പോൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചിലവുകൾ നടത്തുന്നുണ്ട്. മോസ്റ്റ് ഓഫ് അൺപ്രൊഡക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഒരു വാർ എന്നുള്ള സ്റ്റേജ് വരുമ്പോഴായിരിക്കും ഇത് കൂടുതൽ പ്രൊഡക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കുക. പക്ഷേ ഈ ഡിഫെൻസ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ വാർ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത്, മെയിൻ്റെനൻസ് ഓഫ് ആംഡ് ഫോഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ വാർ ഡെപ്റ്റ് തുടങ്ങിയവയൊക്കെ വലിയ ഹ്യൂജ് എക്സ്പെൻഡിച്ചറാണ് ഗവൺമെൻറ്റിനുള്ളത്. അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള വാർ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതിന്, ആംഡ് ഫോഴ്സസിന് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിന്, ആ പട്ടാളത്തിന് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിന്, അതുപോലെ തന്നെ ഈ വാർ സമയത്ത് എടുക്കുന്ന കടത്തിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ഇതിൻ്റെ പലിശ അടയ്ക്കുന്നതിന് തുടങ്ങിയവയ്ക്കൊക്കെ എക്സ്പെൻഡിച്ചർ നല്ലോണം ചിലവാകുന്നുണ്ട്. നീഡ്സ് ഫോർ എ ഫ്രീക്വൻറ്റ് എലക്ഷൻ അണ്ടർ ഡെമോക്രാറ്റിക് സെറ്റപ്പ്, അതായത് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന എലക്ഷൻസ്, ഇതും ഒരു എക്സ്പെൻഡിച്ചർ കൂട്ടുന്നതിന് ഒരു കാരണമാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് നേഷനാണ്. 5 വർഷം കൂടുമ്പോൾ എലക്ഷൻ വരുന്നുണ്ട്. ഇത് നാഷണൽ ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ, ലോക്കൽ ഗവൺമെൻറ് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ എലക്ഷൻ നടത്തുന്നുണ്ട്. ഈ എലക്ഷൻ സമയത്ത് എലക്ഷൻ പാർട്ടികൾക്ക് കൊടുക്കുന്നതും അവരുടെ മിനിസ്റ്റേഴ്സിന് കൊടുക്കുന്നതും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്ന അമൗണ്ടും ഇതെല്ലാം തന്നെ ഹ്യൂജ് എക്സ്പെൻസസ് ആണ്. അതുപോലെ തന്നെ എലക്ഷൻ നടക്കുന്ന സമയത്തുള്ള എക്സ്പെൻഡിച്ചർ, ബൈ എലക്ഷൻ നടക്കുമ്പോഴുള്ള എക്സ്പെൻഡിച്ചർ, ഇതിൻ്റെയൊക്കെ അഡ്മിനിസ്ട്രേഷൻ സമയത്തുള്ള എക്സ്പെൻഡിച്ചർ തുടങ്ങിയവയെല്ലാം തന്നെ എക്സ്പെൻഡിച്ചർ ഡേ ബൈ ഡേ, ഇയർ ബൈ ഇയർ കൂടുന്നതിന് കാരണമാകുന്നുണ്ട്. നീഡ് ഫോർ എക്കണോമിക് പ്ലാനിങ്, നമ്മളിപ്പോൾ ആദ്യം പ്ലാനിങ് കമ്മീഷൻ്റെ കീഴിലായിരുന്നു 5 years പ്ലാൻ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനുശേഷം 2015 പ്ലാനിങ് കമ്മീഷൻ മാറ്റിയിട്ട് നീതി ആയോഗ് വന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ, നീതി ആയോഗ് വന്നു 2015. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സോഷ്യൽ എക്കണോമിക് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടോ എല്ലാ പ്ലാനുകളിലും സോഷ്യൽ വെൽഫെയർ കണക്കിലെടുത്ത് ഒരുപാട് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് അത്രത്തോളം തന്നെ എന്ത് വേണം? ചിലവുകൾ വേണം. അപ്പോൾ ഈ ചിലവുകളെല്ലാം തന്നെ കൂടിക്കൂടി വരുന്നു. അടുത്തതാണ് ദ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എഫക്ട്സ്. റൂറൽ ഡെവലപ്മെൻറ്റിനെ, അതായത് ഇപ്പോൾ ഇന്ത്യൻ്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രാമങ്ങൾ ഇപ്പോഴും ബാക്ക്വേർഡായിട്ടാണ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാമങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് പ്രോഗ്രാംസ് കൊണ്ടുവരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാം, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, MGNRG അതായത് തൊഴിലുറപ്പ് പ്രോഗ്രാം തുടങ്ങിയ സ്വച്ഛ ഭാരത് തുടങ്ങിയ ഒരുപാട് പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓരോ പ്രോഗ്രാംസ് കൊണ്ടുവരുന്നതിനും അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ട് ഓരോ പ്രോഗ്രാമിനും. അപ്പോൾ ഇത്രയും പ്രോഗ്രാംസ് സോഷ്യൽ ബെനിഫിറ്റ് കരുതി ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അടുത്തതാണ് ദ പ്രോസസ് ഓഫ് അർബണൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. ഒരു അർബണൈസേഷൻ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റൂറൽ ഏരിയ മൊത്തം അർബണൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇതിന് വേണ്ട മിനിമം ഫെസിലിറ്റീസ് വേണ്ടിയില്ലേ ഈ അർബണൈസേഷൻ്റെ സമയത്ത്? ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, റെയിൽവേ, ഗ്രാൻഡ്സ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽ, അർബണൈസേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് തന്നെ ചിലവുകൾ കൂടിക്കൂടി വരികയാണ്. ഹൈ ആൻഡ് പേഴ്സിസ്റ്റൻ്റ് ഇൻഫ്ലേഷൻ. നമ്മുടെ ഇൻഫ്ലേഷൻ എന്താണ്? ജനറൽ പ്രൈസ് ലെവൽ കണ്ടിന്യൂസ് ആയി ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഇൻഫ്ലേഷൻ സമയത്ത് എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. അപ്പോൾ
ഇപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ നടത്തണമെന്നുണ്ടെങ്കിൽ, ചിലവ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിനെ മുന്നേ കൊടുത്തതിനേക്കാളും എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ എക്സ്പെൻഡിച്ചർ നമ്മളിപ്പോൾ 10 ലക്ഷം ചെയ്യുന്നതുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ സമയത്താകുമ്പോൾ അത് 15 ലക്ഷമായിട്ട് ഇൻക്രീസ് ചെയ്യും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടേ വരികയാണ്. ഇത് ഇൻഫ്ലേഷൻ കൊണ്ടുമാണ്. ട്രെമൻഡസ് ഗ്രോത്ത് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ജനങ്ങൾക്കുള്ള പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് ആണ് ഇവയെല്ലാം. ജനങ്ങളുടെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, റെയിൽവേ, വാട്ടർവേ, എയർവേ ഇവയൊക്കെ നിർമ്മിക്കുന്നത് പബ്ലിക് യൂട്ടിലിറ്റി സർവീസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് കൂടുതൽ ചിലവുകൾ നടത്തുന്നത് കൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂജ് ബേർഡൻ ഓഫ് സബ്സിഡീസ്. ഹ്യൂജ് ബേർഡൻ ഓഫ് സബ്സിഡീസ് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് ഇറിഗേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പെസ്റ്റിസൈഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫെർട്ടിലൈസർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിന് മാത്രമല്ല, ഫാർമേഴ്സിന് മാത്രമല്ല, എക്സ്പോർട്ട് യൂണിറ്റിനെ, ഇൻഡസ്ട്രീസിനെ തുടങ്ങിയ പല മേഖലകൾക്കും ഈ സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ബാക്കി എമൗണ്ട് ഗവൺമെൻറ് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി തുക ഗവൺമെൻറ് അടയ്ക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഓരോന്നിനും സബ്സിഡി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ചിലവ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സർവിങ് ഓഫ് പബ്ലിക് ഡെപ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു, വാർ ഡെപ്റ്റ്, അതുപോലെ തന്നെ ഈ പബ്ലിക് ഡെപ്റ്റ് തുടങ്ങിയവയ്ക്കൊക്കെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിനൊരു വലിയ ചിലവ് തന്നെ വേണ്ടി വരും. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കി, അതിൻ്റെ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോക്കി, പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് നോക്കി, പ്ലാൻ ആൻഡ് നോൺ പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ നോക്കി, പിന്നെ എന്തൊക്കെ റീസൺ കൊണ്ടാണ് എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത് നോക്കി. അപ്പോൾ ഇത്രയാണ് ഈ ഭാഗം.